വലതുകാൽ മുട്ടിന് താഴെ നിന്ന് മുറിച്ചു കളയേണ്ടി വന്നിട്ടും സാമ്പത്തിക ബാധ്യത മൂലം നാട്ടിൽ പോകാനാകാതെ ബുദ്ധിമുട്ടിയ വർക്കല സ്വദേശിക്ക് ജനം ടിവി നൽകിയ വാർത്ത തുണയായി. വർക്കല സ്വദേശി സന്തോഷ് യുഎഇയിൽ നാട്ടിലെത്തപ്പെടാനാകാതെ ബുദ്ധിമുട്ടുന്ന വാർത്ത ഏതാനും ദിവസം മുമ്പാണ് ജനം ടിവി സംപ്രേഷണം ചെയ്തത്. ഇതേ തുടർന്നാണ് നാട്ടിലേക്ക് മടങ്ങാൻ സന്തോഷിന് സാഹചര്യമൊരുങ്ങിയത്. ഇന്ന് ഉച്ചയോടെയാണ് ഷാർജയിൽ നിന്ന് സന്തോഷ് സ്വദേശമായ തിരുവനന്തപുരത്തേക്ക് സഹോദരനൊപ്പം മടങ്ങിയത്. വർക്കല സ്വദേശിയായ സന്തോഷ് 2009 സുഹൃത്തുമായി ചേർന്ന് ഫുജറയിൽ ആരംഭിച്ച സ്ഥാപനം നഷ്ടത്തിലായതാണ് വൻ സാമ്പത്തിക ബാധ്യതയിലേക്ക് നയിച്ചത്. അതിനിടയിൽ കാൽവിരലിനേറ്റ പരിക്കും ഉയർന്ന പ്രമേഹവും വലതുകാൽ മുട്ടിന് താഴെ നിന്ന് മുറിച്ചു കളയേണ്ട അവസ്ഥയിലേക്ക് സന്തോഷിനെ കൊണ്ടെത്തിക്കുകയായിരുന്നു. ജനം ടിവി വാർത്തയെ തുടർന്ന് സന്തോഷിന് ആദ്യം സഹായവുമായി എത്തിയത് താഹ മെഡിക്കൽ ഗ്രൂപ്പ് ആയിരുന്നു. എന്റെ ഈ അവസ്ഥ കണ്ട് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ജനം ടി വി ആയിരുന്നു. ജനം ടി വിയിൽ നിന്ന് കണ്ട് താഹ ഗ്രൂപ്പ് അവര് ചെക്കിന്റെ കാര്യങ്ങളും ബാക്കിയെല്ലാം കുറച്ച് ക്ലിയർ ചെയ്ത് തന്നായിരുന്നു. ബാക്കി കുറെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അജമാൻ ഫൈസൽ മുസ്തഫ അവര് ഹെൽപ്പ് ചെയ്തായിരുന്നു. ഇതോടെ സന്തോഷിന്റെ സാമ്പത്തിക ബാധ്യതയുടെ ഭൂരിഭാഗവും തീർക്കാനായെങ്കിലും നാട്ടിലേക്ക് മടങ്ങാനുള്ള കടമ്പകൾ പിന്നെയും ഏറെയായിരുന്നു. നിയമപ്രശ്നങ്ങളെ നേരിട്ട സന്തോഷിന് കേരള BJP NRI സെൽ സഹായവുമായി എത്തുകയായിരുന്നു. കേരള BJP NRI സെൽ കൺവീനർ ഹരികുമാർജിയാണ് ഞങ്ങളെ ഈ ഒരു കേസ് അറിയിച്ചത്. ആൻഡ് എത്രയും വേഗം സന്തോഷിനെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ നമുക്ക് തന്നത്. സോ അത് പ്രകാരം ഞങ്ങൾ സന്തോഷിനെ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് കോൺസുലേറ്റ് എന്നുള്ള എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇമിഗ്രേഷൻ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി കൊടുത്തു. അതേപോലെ എയർ ടിക്കറ്റ് എല്ലാം ശരിയാക്കി കൊടുത്തു. ഓൾസോ സന്തോഷിന് കുറച്ച് കടം ബാധ്യതകൾ ഉണ്ടായിരുന്നു. അതും കോൺസുലേറ്റ് വക സംസാരിച്ചിട്ട് ഞങ്ങൾ അതൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. 18 വർഷത്തെ പ്രവാസത്തിനു ശേഷവും സമ്പാദ്യമൊന്നും ഇല്ലാതെ മടങ്ങുന്ന സന്തോഷിന്റെ ജീവിതത്തിൽ സഹായവുമായി BJP NRI സെൽ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ഇതോടെ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നത്. ഏകദേശം 10-18 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം കയ്യിൽ യാതൊരുവിധ സമ്പാദ്യമില്ലാതെ കാലും മുറിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അതേ അവസ്ഥയിലാണ് അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് കൂടുതൽ സഹായങ്ങൾ ഇനി നാട്ടിൽ ആവശ്യമുണ്ട്. നമ്മൾ പല സംഘടനകളും ഇതിനോടൊപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട്. ചെറിയൊരു വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി സഹായങ്ങൾ. ഷിൻ സെബാസ്റ്റ്യൻ, ജനം, അബുദാബി.